ശരിക്കും പറയാം ചേട്ടൻ മുമ്പ് പറഞ്ഞത് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ സൊസൈറ്റിയിൽ നമ്മൾ ഡെയിലി കാണുമ്പോൾ പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു തവണ ഒന്നെങ്കിലും ഉണ്ടാവും, ഒരു ന്യൂസെങ്കിലും ഉണ്ടാവും എന്തെങ്കിലും അതിക്രമം നടന്നതിനെ കുറിച്ച്. പക്ഷേ നമ്മൾ വെറുതെ കണ്ടുപോയി അവിടെ നടന്നോ ഇവിടെ നടന്നോ എന്നിട്ട് വെറുതെ വല്ലടാ എടാ കേരളം എങ്ങനെയാണ്, കേരളത്തിൽ ഇങ്ങനെയാണ്. പക്ഷേ എന്നിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടാവത്തില്ല. അവനവൻ്റെ കാര്യം നോക്കിയിട്ട് പോകാന്നുള്ള ഒരുപാട് കാര്യമുണ്ട്. ഇപ്പം നിങ്ങൾ പോലും ഇപ്പം നിങ്ങൾ എടുത്തിട്ട് ഞാൻ എന്തെങ്കിലും നമ്മുടേതായ ഒരു ചില ജീവിത അനുഭവങ്ങൾ ഞാൻ എൻ്റെ വലിയൊരു അനുഭവത്തിലൂടെ വരുന്ന ഒരാളാണ്. ഞാൻ കണ്ടായിരുന്നു ചേട്ടൻ എനിക്കത് പറയാൻ കാരണം വെച്ചാൽ ചേട്ടൻ തെരുവുനാട് ഒരു ഇൻസിഡന്റ് ബേസ് ചെയ്തിട്ട് തെരുവിലൂടെ നടത്തിയൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. കാരണം സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയത്. കാരണം ഒരാൾ ഇങ്ങനെ ഇറങ്ങി ഓക്കെ. അപ്പോൾ എന്നെ അങ്ങനെ ചെയ്യുന്ന എന്നെ പോലുള്ള ആൾക്കാർ, നിങ്ങളെപ്പോലത്തെ ഓൺലൈൻ മീഡിയാസ് പോലും എത്ര പേര് മൈൻഡ് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് വേണ്ടത് പോലും നിങ്ങളെങ്ങനെ വിറ്റഴിക്കപ്പെടാം. അപ്പോൾ അങ്ങനെയുള്ള ഇൻ്റർവ്യൂസിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ ഒരു തരത്തിലും സമൂഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാത്ത ഈ ബിഗ് ബോസ് പോലത്തെ ഷോയിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അവരെ കാണാനാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇതൊന്നും വേണ്ടെന്നല്ല, നമ്മുടെ സൊസൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതല്ല നമ്മളിനി കൊടുക്കേണ്ടത്. നമുക്കിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തനങ്ങൾക്ക് പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, നിങ്ങൾ നെഗറ്റീവ് വാർത്തകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ ഈ ഇൻ്റർവ്യൂവിൽ വന്നിട്ട് പോലും ഒരുപാട് കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടിയാൽ എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് റീച്ച് കിട്ടും, എനിക്കും റീച്ച് കിട്ടും, എന്നെ കുറേ തെറി വിളിക്കും. ഇന്നതാണ്. പക്ഷെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ സത്യസന്ധമായിട്ടുള്ള ചില ജീവിതാനുഭവങ്ങളോ അല്ലെ നമ്മുടെ ഒരു കലാ അനുഭവങ്ങളോ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരും കാണൂല. അത് നമ്മുടെ സൊസൈറ്റിയുടെ മെന്റാലിറ്റിയുടെ, കാരണം ആളുകൾക്ക് നല്ലത് കാണാനായിട്ട് കൂടുതലൊക്കെ മാറ്റാനൊക്കെ സാധിക്കും. നിങ്ങൾ ഓൺലൈൻ മീഡിയ ചാനലടക്കം നിങ്ങൾ ഇതുപോലെയുള്ള നെഗറ്റീവ് ഇത് ചെയ്യുന്ന ആൾക്കാരുടെ ഇൻ്റർവ്യൂസ് എടുക്കുന്നില്ല. കുറച്ച് ഞങ്ങൾ പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, എന്തായാലും പട്ടിണിയൊന്നും കിടക്കില്ല, കേരളത്തിൽ പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും? കുറച്ച് നല്ല ഇൻ്റർവ്യൂസുകൾ നിങ്ങൾക്ക് തേടിപ്പോകും. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അറിയാത്തതുകൊണ്ടാണ് എത്ര പോസിറ്റീവായിട്ട് കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന കുട്ടികളുണ്ട്. ഈ സൊസൈറ്റി കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. എത്ര പേരുടെ ഇൻ്റർവ്യൂസ് നമ്മൾ എടുക്കുന്നുണ്ട്. അവരെക്കുറിച്ചൊരു വാർത്ത പോലും നമുക്ക് കാണാൻ സാധിക്കില്ല. ഏറ്റവും നെഗറ്റീവ് ആയിട്ട് നമുക്ക് തോന്നുന്ന അവരാണ്. ഇത് നിരന്തരം നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റേതിലൂടെയും. അപ്പോൾ നമ്മളറിയാതെ അതിൽ ആകൃഷ്ടരാകും, നമ്മൾ മറ്റേതിലേക്ക് പോകില്ല. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ചേരുന്നതാണ് സൊസൈറ്റി. നന്മകൾ മാത്രം ഉണ്ടായാൽ ഭയങ്കര ബോറായിരിക്കും നാട്. നന്മയും തിന്മയും ഒക്കെ അങ്ങനെ ഉണ്ടല്ലോ. രാമനുണ്ടെങ്കിലേ രാവണനുള്ളൂ. രാവണൻ മാത്രം ഉണ്ടെങ്കിൽ രാമൻ ഒറ്റക്കുണ്ടെങ്കിൽ രാമൻ ഉണ്ടാവില്ല, ആരും നോക്കൂല. രാവണനും ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്, നമ്മളറിയില്ല. അപ്പം ഈ പറഞ്ഞ പോലെ ഇതെപ്പോഴും അങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും വേണം. പക്ഷെ ഇപ്പോൾ പുതിയ കാലത്ത് നെഗറ്റീവ് വാർത്തകൾക്ക് മാത്രമാണ്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയുന്നവർക്ക് മാത്രമാണ് കൂടുതൽ പ്രാധാന്യം കിട്ടുകയും അത് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന്. അപ്പോൾ ഈ വാല്യൂസ് പോകും. വാല്യൂ പോകുമ്പോൾ എന്താവും? നമ്മൾ വല്ലാത്ത ഈ പറഞ്ഞ നമുക്കൊക്കെ പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടാവും. അത് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളത് ഞാനും നിങ്ങളും ഒക്കെ, കാരണം ഈ സൊസൈറ്റി ഒരുപാട് കാലം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതാണ്. അത് ഞാനും നിങ്ങളെല്ലാവരും പരിശ്രമിക്കും, ഒരുമിച്ച് ശ്രമിച്ചാൽ നടക്കും. അത് തീർച്ചയായിട്ടും നടക്കാത്തൊന്നുമില്ല, കാലം മാറും. നമ്മൾ പോയാലും മറ്റുള്ളവർ നമ്മളിങ്ങനെ തിരിഞ്ഞുകൊണ്ട്, അതാണല്ലോ ഇങ്ങനെ തിരിയുന്ന ഒരു പരിപാടിയാണല്ലോ ഈ പ്രക്രിയ. ഇപ്പം തിരിഞ്ഞ് നമുക്ക് തന്നെ മടുക്കും, നമ്മളിതിലേക്ക് വരും. ഇപ്പം സിനിമ, മലയാള സിനിമ തിയേറ്ററിൽ ആളില്ലാത്തൊരു കാലത്ത് നമ്മൾ സങ്കടപ്പെട്ടിരുന്നു. ഇപ്പം തിയേറ്ററിൽ നിന്ന് ആൾക്കാർ ഇറങ്ങുന്നില്ല. എന്തുകൊണ്ടാണ്? നല്ല സിനിമകൾ, കണ്ടന്റ്, നല്ല അഭിനയം, നല്ല സംവിധാന രീതികൾ കൊടുക്കാൻ തുടങ്ങി. മറ്റു ലാംഗ്വേജസ് എന്ന് പറയാൻ മലയാള സിനിമകൾ കണ്ടിട്ട് മലയാള സിനിമ ഇൻഫ്ലുവൻസ് ആവാൻ തുടങ്ങി. അപ്പം ഒരു കാലത്ത് മലയാള സിനിമയാണ് ഇന്ത്യൻ സിനിമ, അതായത് വലിയ ബോക്സ് ഓഫീസ് ഹിറ്റല്ല, വാല്യൂസ് ഉള്ള കണ്ടന്റ് വാല്യൂ ഉള്ള സിനിമ എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ സിനിമയും ബോളിവുഡ് ഒക്കെ നോക്കിയത് മലയാളത്തിനായിരുന്നു. ഇടയ്ക്ക് നമ്മൾ ഒന്ന് അത് സ്വാഭാവികമായിട്ടുണ്ടാവും, ഉയർച്ചയുണ്ട് താഴ്ച ഉണ്ടാവും. എല്ലാ പ്രതിഭകൾക്കും എപ്പോഴും ഒരേപോലെ എഴുതാനോ അഭിനയിക്കാനോ ഒന്നും പറ്റില്ല. പക്ഷെ അവർ സ്വയം പുതുക്കിക്കൊണ്ടേയിരിക്കും. ഇപ്പം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ആക്ടർ ആലോചിച്ച് നോക്ക്, അത് സ്വയം പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടർ, ഇവർ പുതുക്കിയിട്ട് അവർ പുതിയ കാലത്തിന് വേണ്ടിയിട്ട് അവരുടെ ശരീരവും മനസ്സും ഒക്കെ ഇങ്ങനെ, ഫഹദ് ഫാസിൽ, ഒരാളെന്ന് പറയില്ല, പൃഥ്വിരാജ്, ഇവരെല്ലാവരും സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പുതിയ അങ്ങനെ ഒരുപാട് ഡയറക്ടേഴ്സ്. അപ്പോൾ എന്തു ചെയ്യും? അതിലേക്കൊരു കോമ്പറ്റീഷൻ വരും. നല്ല സിനിമകൾ ഉണ്ടാവും, നല്ല കണ്ടന്റ് ഉണ്ടാവും.
എനിക്കെന്നൊരു കലാകാരനെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് സിനിമ എന്ന് പറയുന്നത് ഒരു ഹിസ്റ്ററി മേക്കിംഗ് ആണ്. നമ്മൾ പോയാൽ പോലും നമ്മളുടെ വർക്കുകൾ അല്ലെങ്കിൽ സിനിമ എപ്പോഴും നമുക്കത് ഒരു പാഠപുസ്തകമാണ്. കാരണം ഇപ്പോൾ ഐശ്വര്യ ഒരു ന്യൂ ജനറേഷൻ ഇതായിരിക്കും. ഒരു കേരളത്തിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് വലിയ പുസ്തകം എടുത്ത് വായിക്കുന്നതിന് പകരം പഴയ കാലത്തെ സിനിമകൾ, പണ്ടത്തെ ഒരു കൂട്ടുകുടുംബ എക്സാമ്പിൾ പറയുന്നത് ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ എങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ പഴയ സിനിമകൾ നമുക്കുണ്ട്. ലോഹിതാസ് സാറിൻ്റെയും MT സാറിൻ്റെയും T ദാമോദരൻ മാഷിൻ്റെയും ഒക്കെ സിനിമകളും ചുമ്മാ ഒന്ന് കണ്ടാൽ മതി. അല്ല പഴയ തറവാടുകളെ കുറിച്ച് അറിയാൻ പിന്നെ അടൂർ സാറിൻ്റെ ഇത് കണ്ടാൽ മതി. മനസ്സിലായില്ലേ? കാലഘട്ടത്തെക്കുറിച്ച് അറിയാൻ, അന്നത്തെ ജീവിതം, അങ്ങനെ ഒരുപാട് കലാകാരന്മാരെ കുറിച്ച് അറിയാൻ. അപ്പം മാപ്പിള ലഹള എന്താണെന്ന് 1921 പറഞ്ഞ സിനിമ പോയി കണ്ട അതിൻ്റെ നിങ്ങൾ കണ്ടെത്തുന്നത് ഇത്. അപ്പോൾ സിനിമ നമുക്ക് എപ്പോഴും റെഫറൻസ് ആണ്. അതാണല്ലോ കല. തീർച്ചയായും ഈ കല എന്ന് പറഞ്ഞ ചിരഞ്ജീവിയാണ്, കലയും കലാകാരന്മാരും. പക്ഷേ പല കലാകാരന്മാരെ ആരും ഓർത്തിരിക്കുക. ഒരിക്കലും മമ്മൂട്ടിയുടെ കഴിഞ്ഞിട്ട് ഇറങ്ങിയ ഒരു ഇന്റർവ്യൂവിൽ മമ്മൂക്ക പറഞ്ഞായിരുന്നു അത് എന്താണ് അതിൻ്റെ എക്സ്ട്രീം, മമ്മൂക്ക എന്ന് പറഞ്ഞൊരു ആക്ടറിൻ്റെ ഒരു എക്സ്ട്രീം എന്താണ്, എവിടെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എത്ര നാൾ അങ്ങനെ ആളുകൾ ഓർത്തിരിക്കും. അത് കറക്റ്റാണ്, 100% സത്യമാണ്. കാരണം ഇപ്പം ഞാനൊരു സോളോ പെർഫോമൻസാണ് ഒരു നാടകം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒച്ചിറ വേലിക്കുട്ടി എന്ന് പറയുന്ന ഒരു മഹാനടൻ മലയാളത്തിൽ. സ്ത്രീകളാരും അഭിനയിക്കാൻ വരാത്ത കാലത്ത് ഇന്ന് സ്ത്രീകളും അടികൂടുകയാണ് അഭിനയിക്കാൻ വേണ്ടിയിട്ട്. അന്ന് അഭിനയം എന്ന് പറയുന്നത് അത്രയും മോശമായ ഒരു പരിപാടിയാണെന്ന് ഉള്ളൊരു കാലത്താണ് സ്ത്രീവേഷം കെട്ടി വന്നൊരു നടനാണ്. 5000-ലധികം വേദികളെ അയാൾ സ്ത്രീവേഷം കെട്ടി അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ നാടകം കളിക്കാൻ തുടങ്ങിയ ശേഷമാണ് കുറച്ചു പേർക്കെങ്കിലും ഇങ്ങനൊരു നടൻ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. അതെന്ന് വെച്ചാൽ അതെപ്പോഴും ലൈവായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്, ഇവരുടെ സിനിമയുടെ ഒരു ഗുണം എന്താ പറഞ്ഞാൽ അത് റെക്കോർഡാണ്. മമ്മൂട്ടി സാറിന് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും വരാൻ പോകുന്ന തലമുറയൊക്കെ മമ്മൂട്ടി സാറിനെ ഓർക്കും. അത് മമ്മൂട്ടി സാറിൻ്റെ ഒരു എന്താ അദ്ദേഹം ഒരു വിഷൻ എല്ലാത്തിലും അങ്ങനെ വെക്കുന്ന ഒരാളാണ്. പിന്നെ ഒരു ഇങ്ങനെ ഉന്നതിയിലേക്ക് എത്തുമ്പം എത്രത്തോളം താഴേക്ക് എങ്ങനെ ഡൗൺ ടു എർത്ത് ആവുക എന്ന് ഉള്ളൊരു ആളും കൂടി അദ്ദേഹം. അപ്പോൾ അതിൻ്റെ ഡൗൺ ടു എർത്തായിട്ട് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ ഇനി വരാൻ പോകുന്ന തലമുറയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ആക്ടറെയും മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറെയും അവരുടെ റെഫറൻസാണ്. ഒരു ഫിലിം സ്റ്റുഡൻറ്റിന് സിനിമ എന്ന് പറയുന്നത് പഴശ്ശിരാജ എന്ന് പറയുന്ന ഒരു ചരിത്ര പുരുഷൻ ആരാണെന്നൊരു ഹിസ്റ്ററി പഠിക്കുന്ന ഒരു കുട്ടി നോക്കുമ്പോൾ ആദ്യം പോവുക പഴശ്ശിരാജ എന്ന് പറഞ്ഞ സിനിമ എടുത്തിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന നടനെയാണ്. അല്ല പറഞ്ഞാൽ തന്നെ മമ്മൂട്ടിയുടെ ഫേസ് നമ്മുടെ മൈൻഡിൽ വരത്തുള്ളൂ. അതാ പറഞ്ഞത്. ഇപ്പൊ കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്ന ആ സിനിമ വലിയ ഹിറ്റ് ആയിട്ടില്ലെങ്കിൽ പോലും കുഞ്ഞാലി മരക്കാർ എന്ന് പറഞ്ഞ സിനിമ, കുഞ്ഞാലി മരക്കാരെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ആ കാലഘട്ടത്തെക്കുറിച്ച് അറിയാൻ, ആ കാലഘട്ടത്തിലെ കഥാപാത്രങ്ങൾ എന്തായിരുന്നു, അവരുപയോഗിച്ച ഇതിനെക്കുറിച്ച് അറിയാൻ നമുക്ക് നമ്മുടെ മുമ്പിൽ സിനിമയുണ്ട് അല്ലേ. വാനപ്രസ്ഥം പോലെയുള്ള സിനിമകൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല ഇപ്പം ഒരു നമ്മൾ ഇപ്പം അല്ലാത്തൊരു കാലത്ത് ഇപ്പം സത്യൻ സാറിൻ്റെയും നസീർ സാറിൻ്റെയും കൊട്ടാരക്കര സാറിൻ്റെയും ഒക്കെ സിനിമകളാണ് നമ്മൾ റെഫറൻസായി വെക്കുന്നത്. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ മുന്നിലേക്ക് ഇവരെ പോലുള്ള ആക്ടർ വന്നു. ഇനി അടുത്തൊരു തലമുറ ഇവരെ നോക്കിക്കാണും. ഒരു പോലീസ് വേഷം എന്ന് പറയുമ്പോൾ തീർച്ചയായും എനിക്ക് ഉറപ്പുണ്ട് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ലെജൻഡ് ആക്ടറാണെന്ന് ഓർക്കും. ഞാൻ വിനി ബാലകൃഷ്ണനോട് പറയാം, ഇന്റർവ്യൂ നീണ്ടുപോകുന്നതോടെ അല്ല ഐശ്വര്യ ഒന്നും വിചാരിക്കില്ല. ഒരു ആക്ടർ എങ്ങനെയാണ് ഡയലോഗ് മോഡുലേഷൻ പഠിക്കേണ്ടത് എന്ന് പഠിക്കുമ്പോൾ ഇതിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടൊന്നും വേണ്ട. നമ്മളെ വിട്ടെറിഞ്ഞു പോയ നമ്മുടെ നടൻ മുരളിയാട്ടിനെയും അതായത് സൗന്ദര്യമല്ല അഭിനയത്തിൻ്റെ മാനദണ്ഡം എന്ന് മുന്നിൽ കാണിച്ചെന്ന ഒരു നടനാണ് ഭരത് ഗോപി എന്ന് പറയുന്ന മഹാനായ നടൻ അല്ലേ. കഷണ്ടി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര എന്തൊരു സൗന്ദര്യത്തിനും ഇല്ലാത്തയാണ്. ആ കഷണ്ടി തലയും വെച്ചിട്ട് ചെറിയ ശരീരം വെച്ചുകൊണ്ട് അഭിനയത്തിൻ്റെ അനന്ത സാധ്യതകൾ കാണിച്ചെന്നൊരു മനുഷ്യനാണ് ഭരത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കും, അപ്പോൾ എവിടെ മറക്കാൻ ഇവരൊന്നും മറക്കൂല. ഇവര് റെഫറൻസാണ് സിനിമയുള്ള കാലം വരെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണമെന്നുണ്ടാവില്ല. പക്ഷെ ഇവരൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് അമ്മാതിരി സാധനങ്ങളാണ്. ഇത് മതി. ഞാൻ പറയാനുണ്ട്, ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് മറ്റു കാര്യങ്ങൾ പഠിക്കാം, പക്ഷെ അഭിനയം അങ്ങനെയാണല്ലോ. റോൾ മോഡൽസ് ആക്കാൻ പറ്റുന്ന ആക്ടേഴ്സാണ് ഇവരെ പോലത്തെ ഭാഗ്യം ലഭിച്ച ആക്ടേഴ്സും വരെ ഉണ്ടാവില്ല. കാരണം ഇവർക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതിയ ആൾക്കാരൊക്കെ മഹാപ്രതിഭകളാണ്. ഇനി നമുക്കൊരു MT സാറിന്റെ സ്ക്രിപ്റ്റ് അഭിനയിക്കാൻ പറ്റില്ല. മലയാളത്തിനായിട്ട് ഞാൻ തുടങ്ങിയത് ലോഹിതാസ് സാറിന്റെ സിനിമയിലാണ്. ആ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിരുന്നു. ഇനി വരുന്നവർക്ക് ഉണ്ടാവില്ല.
ടി ദാമോദരൻ മാഷിന്റെ ഒരു സ്ക്രിപ്റ്റ് ഭരതൻ സാറിന്റെ സിനിമയിൽ നമുക്ക് അഭിനയിക്കാൻ സാധിച്ചോ? പത്മരാജൻ സാറിന്റെ സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചോ? ഇല്ല. പക്ഷെ ഇവരുടെ സിനിമകൾ നമ്മുടെ മുന്നിൽ എന്നും ജീവിക്കും. അതൊരു കലാകാരനെ സംബന്ധിച്ച ഏറ്റവും വലിയ അനുഗ്രഹം അത്. അശ്മിക പറയട്ടെ. അപ്പം അശ്മിക സിനിമയിലാണോ സ്വപ്നം? സ്വപ്നം ഇല്ല, ഞാനിങ്ങനെ പെട്ടെന്ന് സിനിമയിലേക്ക് എത്തിയതാണ്. പക്ഷേ ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഓരോന്ന് തിരിച്ചറിയുന്നത്. പണ്ടേ കലയിൽ കലോത്സവം കാലഘട്ടമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നാടൻ പാട്ടിലൊക്കെ നമുക്ക് സ്റ്റേറ്റിലൊക്കെ പോയിട്ടുണ്ട്. നാടൻ പാട്ടൊക്കെ പാടും. പിന്നെ നാടൻ പാട്ടൊക്കെ പാടുന്ന ഒരു പാട്ടൊക്കെ ഫിലോസഫി പറഞ്ഞ ഞങ്ങളുടെ മൂടത്ത് ഒരു നാടൻ പാട്ട് ഞങ്ങൾക്ക് വേണ്ടി. ഞാൻ ഇതിലെ മത്തിലെ തന്നെ ഒരു പാട്ട് പാടാം. പാടിയ നല്ല പാട്ടോ. 75 ലക്ഷത്തിലധികം ആൾക്കാർ കണ്ടു. സിത്താര മാമിന്റെ വോയിസും ചെറുത് ചിതറി വീണ സ്വപ്നമേ ഇരുനിറഞ്ഞ മിഴിയുമാ ഇനിയും എത്ര വഴികളിൽ. ഈ സിനിമയുടെ പ്രത്യേകം പറയട്ടെ, ടീട്ടോമും ടിനിയും പാട്ട് പാടുന്നു, ഐശ്വര്യയും പാട്ട് പാടുന്നു. ചേട്ടനോട് ഇനി നമ്മള് പാട്ട് പാടാൻ പറഞ്ഞു. നമ്മള് വൈബിന്റെ പാട്ടുകൾ നമുക്ക് ചില്ലായിട്ടിരിക്കാം. അപ്പം ചേട്ടാ, ഓരോ കഥാപാത്രങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാവില്ല എൻ്റെ കഥാപാത്രം പ്രേക്ഷകരിലേക്ക് എങ്ങനെ എത്തണം, ഞാൻ ചെയ്യുന്ന കഥാപാത്രം ഇതേപോലെ ഓഡിയൻസ് മനസ്സിലാക്കണം എന്നുള്ളത്. ഈ സിനിമയിലെ കഥാപാത്രം അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. ഓഡിയൻസ് എത്രത്തോളം കൺവേ ചെയ്യാൻ പറ്റും, എത്രത്തോളം ഡീപ്പാണ്? ഞാൻ പറഞ്ഞു, ഇത് എൻ്റെ വളരെ എന്താ പറയുക വർഷങ്ങളായിട്ടുള്ളൊരു പരിചയമുള്ള ഒരു അനിയൻ്റെ ഒക്കെ ഒരു സ്ഥാനത്തിലുള്ള ആളാണ് രഞ്ജിത്തിലാൽ, ഇതിൻ്റെ ഡയറക്ടർ. അപ്പോൾ അദ്ദേഹം എന്നെ വിളിക്കുന്നു, എൻ്റെ ഒരു കഥ പറയുന്നു. കഥ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഒരു ടോട്ടൽ ആയി. എൻ്റെ ഒരു പാർട്ടാവണമെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ക്യാരക്ടർ, ചെറിയൊരു സംഭവം. പക്ഷേ എനിക്ക് ചെയ്തപ്പോഴും എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. മീൻസ് അങ്ങനെയുണ്ട്. ഞാൻ ഇതിൻ്റെ പ്രിവ്യൂ കണ്ടപ്പോഴാണ് കുറച്ച് സമയമാണെങ്കിൽ പോലും ആ ക്യാരക്ടർ ഉണ്ടാക്കുന്ന ഒരു വലിയൊരു ഡയമെൻഷൻ ഉണ്ട്. ഒരു ഫാൻറ്റസി ക്യാരക്ടറാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ആധിപത്യം സ്ഥാപിക്കുക എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഉള്ളിലടക്കം ഉണ്ട്. അത് എന്ത് പറഞ്ഞുണ്ടോ, ഈ ഒരു പുരുഷ മേധാവിത്വം നമ്മുടെ ഉള്ളിലുണ്ട്. അതൊരു കുറച്ച് സമയം കൊണ്ട് ഡയറക്ടർ അതിമനോഹരമായിട്ട് എനിക്കത് പറഞ്ഞു തന്നപ്പോൾ ഡയറക്ടറുടെ ഒരു മനസ്സിലുള്ളൊരു രൂപവും കാര്യം എൻ്റെ കൂടെ കൊടുക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ഒരു കോസ്റ്റ്യൂം ആയാലും അതിൻ്റെ ഒരു രീതി ആയാലും അതിൻ്റെ ഒരു ഡയലോഗ് ഡെലിവറി ഒക്കെ വെച്ചാൽ കുറച്ചും കൂടി ഒരു ഫാൻറ്റസിയാണ് ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് സമയമാണെങ്കിൽ പോലും എനിക്കതിനൊരു രൂപം നൽകാൻ സാധിച്ചു. അല്ലാതെ ഞാൻ എന്ന് പറയുന്ന ദേഹം വിട്ടിട്ട് അങ്ങനെയാണല്ലോ, കൂടുമാറ്റാണല്ലോ എന്ന് പറയുന്നത്. ഒറ്റ ശരീരമാണ്. ഈ ശരീരത്തെ മറ്റൊന്നിനെ കൂട്ടുകയറ്റുക എന്നുള്ളതാണ് കഥാപാത്രം എന്ന് പറഞ്ഞൊരു കഥയാണ്. ഒരു കഥയിൽ ഒരു പാത്രത്തിലേക്ക് ഒരു കഥ കൊണ്ടിടുക. അതുപോലെ തന്നെ ക്യാരക്ടർ. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത് എനിക്ക് അതിനൊരു കുറച്ച് സമയം ഉള്ളുവെങ്കിലും അതിനൊരു രസകരമായിട്ടൊരു ഒരു കൂടുമാറ്റം നടത്താൻ ആ ക്യാരക്ടർ സാധിച്ചിട്ടുണ്ട്. ഒരു കലാകാരനെ സംബന്ധിച്ച് വലിയൊരു ഇതാണ്. എല്ലാ മണിച്ചേട്ടൻ എനിക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഡോക്ടറായിട്ടുണ്ട്, പോലീസായിട്ടുണ്ട്. അതായത് ഒരു കലാകാരൻ തന്നെ എത്ര ജീവിതത്തിലെ എല്ലാ ഫേസിലൂടെയും കടന്നു പോകുന്നത്. അത് എന്തുകൊണ്ടാ വെച്ചാൽ അദ്ദേഹത്തിന് അത്രയും അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ഞാനൊരു ഡോക്ടറായിട്ട് അഭിനയിക്കുമ്പോൾ എൻ്റെ മനസ്സും എൻ്റെ ശരീരവും ഞാൻ കണ്ട ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. ഞാൻ അവരിലൂടെയൊക്കെ പോകണം. എന്നിട്ട് ആ ഡോക്ടേഴ്സ് എങ്ങനെയാണ് പെരുമാറിയത്, ഇതൊക്കെ ഇത് വെറുതെ കളിയല്ല. ഇത് നമ്മളെ കുളൂർ മാഷ് പറയാറുണ്ട് നാടകത്തെക്കുറിച്ച്, പ്ലേ എന്നാണ് പറയുക. പ്ലേ എന്ന് പറഞ്ഞാൽ കളി, പക്ഷെ ഇതൊരു ഗൗരവമുള്ള കളിയാണ്. ഇതങ്ങനെ കളിയാക്കേണ്ടതല്ല. അതുപോലെ തന്നെ ഇപ്പോൾ സിനിമ എന്ന് പറയുന്നത് പ്ലേ ആണ്. അപ്പം ഇനി ഒരുപാട് കഥാപാത്രങ്ങൾ ചേട്ടനോട് ഞങ്ങൾക്ക് മലയാളികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊക്കെ പറയും ഉറപ്പായി. അശ്മിക ഇനി ഒരുപാട് സിനിമകളിൽ കാണാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കേട്ടോ. സിനിമ തന്നെ എനിക്കല്ല ആഗ്രഹം. എന്റെ നിബിൻ. രസകരമായിട്ട് സംസാരിച്ചു. സിനിമ വലിയൊരു വിജയമായിട്ട് ചേട്ടാ. ഇനി ഒരുപാട് സിനിമകൾ നിങ്ങൾ രണ്ടുപേരും കാണാൻ സാധിക്കട്ടെ. ഇനി എനിക്ക് ഇന്റർവ്യൂ എടുക്കാൻ പറ്റട്ടെ. അപ്പം ഇനിയും ഒരുപാട് സിനിമകൾ കാണാൻ ഇത്ര സമയം ഞങ്ങൾക്ക് എടുക്കുന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു.